പ്രശ്നങ്ങളുണ്ടാവും. അതോർത്തിങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നാൽ ദുഃഖിച്ച് വെച്ച് ജീവൻ തന്നെ പാഴായിപ്പോവും. അതുകൊണ്ട് പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള മാർഗം കണ്ടുപിടിക്കുക, അങ്ങനെ മുന്നോട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. പ്രായവും നമ്മുടെ ഭാഗത്ത് പ്രയത്നിക്കണം. കിട്ടാത്തപ്പോൾ അവിടെ തീർച്ചയായിരിക്കാം, അല്ലെ ഈശ്വരൻ്റെ എൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിരിക്കാം, അല്ലെ വരാൻ പോകുന്നതിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയായിരിക്കാം, അല്ല പൂർവ്വജന്മം പ്രാരാബ്ധത്തിലൂടെ മാറ്റുന്നതായിരിക്കാം. ഇങ്ങനെയൊക്കെയെങ്കിലും നമ്മൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ കൈ മുറിഞ്ഞിരിക്കട്ടെ, കൈ മുറിഞ്ഞ് നമ്മൾ കരഞ്ഞു പോകാം, വേദന കൊണ്ട് കരഞ്ഞു പോവാം. പക്ഷെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്ന മുറിവ് പൊറുക്കാൻ പോകുന്നില്ല. അനാവശ്യമായ മരുന്ന് പുരട്ടണമല്ലോ. കരഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നാൽ മുറിവ് പൊറുക്കത്തുമില്ല, ആ സെപ്റ്റിക്കായി ആള് ചത്തതിന് പോവാം. സെപ്റ്റിക്കായി സമയത്തിന് ഇഞ്ചക്ഷൻ കൊടുത്തില്ലേ. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളുടെ കാര്യങ്ങൾ ഓർത്തോ എങ്ങനെ ഓർത്തുകൊണ്ടോ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷെ പ്രായോഗികം ചെയ്യത്തുമില്ല. പ്രായോഗികം നമ്മുടെ ഭാഗത്ത് പ്രയത്നിക്കണം. ജീവിതത്തിൽ ചിലത് സ്വീകരിക്കുന്നുണ്ട്, മറ്റേത് പ്രയത്നിച്ച് നേടേണ്ടതുണ്ട്. ഇതാണ് പ്രമേഹം നമുക്ക് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. എന്നാൽ ഡോക്ടർ പറയുന്ന മരുന്നുകൾ കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ആഹാരത്തിൽ ക്രമവും ചിട്ടയും പാലിക്കുകയും ചെയ്താൽ ആ രോഗത്തെ നല്ലൊരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഡോക്ടർ നിർദ്ദേശം പാലിക്കാതെ രോഗത്തെ ചിന്തിച്ച് അറിഞ്ഞുകൊണ്ടിരുന്നാലോ പ്രയത്നിക്കാതെ എല്ലാം കിട്ടണമെന്നാണ് നമ്മളെല്ലാം ചിന്ത. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാച്ച് കേട് വന്ന് അപ്പോൾ കേട് ശരിയാക്കണം എന്ന രീതിയിൽ ശ്രമിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും വാച്ച് ശരിയാകുന്നില്ല. എന്താ വാച്ച് നീ ശരിയാകത്തെന്ന് വാച്ചിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ക്ലോക്ക് തിരിച്ച് സംസാരിക്കണം, അതെ എനിക്ക് ശരിയാകാൻ സൗകര്യമില്ല എന്ന് വാച്ച് തിരിച്ച് പറയാം. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് തിരിച്ച് ഇദ്ദേഹം വാച്ചിനോട് ചോദിക്കുക. ശരിയായാൽ ഒരുപാട് കഷ്ടത അനുഭവിക്കേണ്ടി വരില്ലേ എന്ന് വാച്ച് തിരിച്ച് പറയാണ്. തിരിച്ചു വെച്ച് എന്താ കഷ്ടത, അത് 1 മിനിറ്റിന് 60 സെക്കൻഡ് അടിക്കണം. അപ്പോൾ 1 മണിക്കൂർ എത്ര സെക്കൻഡ് അടിക്കണം ചോദിക്കുകയാണ്. അത് 3600 തവണ അടിക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ ഒരു ദിവസം എനിക്ക് 1000 കണക്കിന് പ്രാവശ്യം അടിക്കേണ്ടി വരും. എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് മാത്രം. തിരിച്ച് വാച്ച് അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ക്ലോക്ക് നന്നാക്കുന്ന ആളെ വെച്ച് നീ എന്താണ് പറയുന്നത്, 1 സെക്കൻഡിൽ 1 പ്രാവശ്യം അടിച്ചാൽ മതിയല്ലോ, അടുത്ത സെക്കൻഡ് അത് ആവർത്തിച്ചാൽ മതിയല്ലോ എന്ന് ക്ലോക്കിനോട് ചോദിക്കുകയാണ്. നീ 1 പ്രാവശ്യം അടിക്കാനുള്ള മനസ്സ് കാണിക്കുക, ബാക്കിയെല്ലാം അതിൻ്റെ ആവർത്തനങ്ങളാണ്. 1 സെക്കൻഡിൽ 1 പ്രാവശ്യം അടിച്ചാൽ മതില്ല, അത് നീ അടിക്കാൻ മനസ്സ് കാണിക്കും. അല്ല, വാച്ചിന് കേട്ടപ്പോൾ സന്തോഷമായി, അവനെ അടിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ ഈ നിമിഷമാണ് നമുക്കുള്ളത്. നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യങ്ങളെ ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് ഈ നിമിഷം മാത്രം നമുക്കുള്ളത്. പറയുമല്ലോ, ഇന്നലെ ഇന്നാകല്ല, നാളെ ഇന്നാകല്ല, യെസ്റ്റർഡേ ടുഡേ ആകല്ല, ടുമാറോ ടുഡേ ആകല്ല. ഈ നിമിഷം മാത്രം നമുക്കുള്ളത്. അടുത്ത ശ്വാസം നമ്മുടെ കയ്യിലല്ല, ഈ നിമിഷം മാത്രമാണ്. അതെന്താ പറയുന്നത്, ഉപ്പുള്ളത്തിൽ നിരന്തരം നല്ലോണം ഒഴിച്ച് ഉപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നത് പോലെ ഈ നിമിഷത്തിൽ നല്ല കർമ്മം ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ആ ആത്മവിശ്വാസമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആത്മവിശ്വാസം ഒരു ബൂസ്റ്റർ റോക്കറ്റ് പോലാണ്. മുന്നോട്ട് പോകാനുള്ള ഡീസൽ നമുക്ക് തരും. ഇത് പറയുമ്പോൾ അമ്മ ഗണപതി കല്യാണം ഓർക്കുകയാണ്. മനുഷ്യനെ കൊല്ലുകയും കഴിക്കുകയും ചെയ്യുന്ന ഒരു അസുര രാജാവ് ഉണ്ടായിരുന്നു. തന്നെ കൊല്ലാൻ ഒരു ബ്രഹ്മചാരിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളൊരു വരമാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു, തപസ് ചെയ്ത് വാങ്ങിച്ചിരുന്നത്. ഇതിനു വേണ്ടിയാണ് ഗണേശനെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഗണപതി ഒരു കല്യാണത്തിന് പങ്കെടുക്കേണ്ട അവസ്ഥ വന്നു. അത് കണ്ടുകൊണ്ടിരിക്കവേ അപ്പം ഗണപതി ശിവനോട് ചോദിച്ചു, അച്ഛാ എൻ്റെ കല്യാണം എപ്പോഴാണ്? മോൻ്റെ ആഗ്രഹം കേട്ട് ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, മോൻ്റെ കല്യാണം നാളെയാണ്. അപ്പോൾ ഗണപതി നാളെ എൻ്റെ കല്യാണം, നാളെ തന്നെ എൻ്റെ കല്യാണം തുള്ളിച്ചാടി അവിടെ നോടി കളിച്ചുകൊണ്ടാണ്. അടുത്ത ദിവസമായപ്പോൾ ഗണപതി ഭഗവാന്റെ അടുത്ത് വന്നു, അച്ഛ ഇന്നല്ലേ എൻ്റെ കല്യാണം എന്ന് ചോദിച്ചു. ശിവനൊരു നിമിഷം അനങ്ങാതെ ഗണപതി പറഞ്ഞ് കേട്ടോണ്ട് നിന്നിട്ട്, അല്ല മോനെ, നാളെയാണ് മോൻ്റെ കല്യാണം. ഓ, അച്ഛൻ പറഞ്ഞ പോലെ നാളെയാണ് എൻ്റെ കല്യാണം. പിന്നെയും തുള്ളിച്ചാടിപ്പോയി. അന്നും ഗണപതി മടങ്ങി വന്ന് അച്ഛൻ വിളിച്ച്, എൻ്റെ കല്യാണം ഇന്നല്ലേ അച്ഛാ? പിന്നെ പറഞ്ഞു, നാളെയാണ് മോൻ്റെ കല്യാണം. നാളെ എന്നല്ലേ പറഞ്ഞ കല്യാണം എന്ന് ചോദിച്ചു. പിന്നെയും തുള്ളിച്ചാടിപ്പോയി. അങ്ങനെ ഒരു ദിവസം നാളെയാണ് മോൻ്റെ കല്യാണം, നാളെ കല്യാണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഗണപതി നിത്യജീവനയുക്തനായി ഇന്ന് ഇരിക്കുന്നത്. ഇതിലെ ഒരു തത്വം, നാളെ എന്ന് വയ്ക്കുന്ന കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ നിമിഷം മാത്രമാണുള്ളത്. അപ്പം ഈ നിമിഷത്തെ സന്തോഷിപ്പിച്ച് വിട്ടു ശിവൻ ഗണപതിയെ. നീ സന്തോഷിച്ച് പോകും എന്ന് പറഞ്ഞിട്ട് വിട്ടു. അതിലൊരു തത്വം ഇങ്ങനെ എടുക്കാം, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളത് കൊണ്ട് ഒരു തത്വം എടുക്കാം.
നാളെ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ലെന്നും ചിന്തിക്കണം. നാളെ പല മുത്തശ്ശികൾ ഈ കഥ വെച്ചിട്ട് എല്ലാവരും നാളെ എന്ന് വിചാരിച്ച് നടക്കാൻ പോകുന്നില്ലെന്ന് പറയും. നാളത്തേക്ക് മാറ്റി വെച്ച് നടക്കാൻ പോകുന്നില്ല, ചെയ്യേണ്ട കാര്യം ഇപ്പോഴും ഇവിടെ വെച്ച് ചെയ്യണം എന്ന് പറയാറുണ്ട്. ഈ കഥ വെച്ചിട്ടാണ് പലരും പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു വേറെ തത്വങ്ങൾ ഇതുപോലെ നമുക്ക് നല്ല സ്വപ്നങ്ങൾ കണ്ട് നമ്മുടെ യൗവനത്തെ കാത്തു സൂക്ഷിക്കാം. നിത്യ യൗവനം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ആരോഗ്യത്തെ പറ്റിയാണ് പറയുന്നത്. മനസ്സിന് ശക്തിയും വീര്യവും ആത്മവിശ്വാസവും ഒരു സാഹചര്യത്തിലും ചോർന്നു പോകാത്ത അവസ്ഥയാണ്. ശരീരത്തിൻ്റെ അല്ല, മനസ്സിന് ആരോഗ്യമായിരുന്നാൽ നമുക്ക് ഉന്മേഷം ഉണ്ടാവും. ഇപ്പം ഉപവാസം എടുത്തു, പക്ഷെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഉപവാസം എടുത്തത്. ശരീരത്തിന് ക്ഷീണം തോന്നിയാലും മനസ്സിന് ആ ഒരു വ്രതം ഉണ്ടെങ്കിൽ ഉന്മേഷമായിട്ട് തന്നെ നമ്മളിരിക്കും. മനസ്സിന് ഞാൻ ഉപവാസമാണ് എന്ന് പറയുമ്പോൾ ആ മനഃശക്തി കിട്ടുന്നുണ്ടവൻ. മനസ്സാണ് എല്ലാത്തിനും കാരണമെന്നുള്ളതാണ്. എന്ന് ഉപവാസം ഇരിക്കണമെന്നല്ല പറയുന്നത്, ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നതാണ്.